നമസ്കാരം. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് ഇതുവരെ മാറിയിട്ടില്ല. കണ്ടോൺമെന്റ് ഹൗസിൽ തന്നെ തുടരുന്നു. ക്ലിഫ് ഹൗസിൽ ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് അതിനുശേഷം മാറാനിരിക്കുകയാണ്. മറ്റ് 20 മന്ത്രിമാർക്കും മന്ദിരങ്ങൾ അനുവദിച്ചു കഴിഞ്ഞു. ദേവസ്വം ബോർഡ് ജംഗ്ഷനിലെ ക്ലിഫ് ഹൗസിന്റെ പരിസര പ്രദേശത്ത് 10 വീടുകളാണുള്ളത്. ക്ലിഫ് ഹൗസ് മുഖ്യമന്ത്രിക്ക് കൊടുത്തു. പൗർണമി KM ഷാജിക്കാണ്. പെരിയാർ മോൻസ് ജോസഫിനാണ്. എസൻഡർ ഷിബു ബേബി ജോണിനാണ്. പ്രശാന്ത് KA തുളസിക്കാണ്. അശോക് സണ്ണി ജോസഫിനാണ്. പമ്പ രമേശ് ചെന്നിത്തലയ്ക്കാണ്. നെസ്റ്റ് എൻ ഷംസുദ്ദീനാണ്. ഉഷസ് PK ബഷീറിനാണ്. ലിൻ ഹഡ്സ്റ്റ് PK കുഞ്ഞാലിക്കുട്ടിക്കാണ്. കന്റോൺമെന്റ് പരിസര പ്രദേശത്ത് ഗംഗ T സിദ്ദിഖിനും ഗ്രേസ് റോജി M ജോണിനും നിള PC വിശ്വനാഥനും കാവേരി AP അനിൽകുമാറിനുമാണ്. വഴുതക്കാട് ഭാഗത്തുള്ള റോസ് ഹൗസ് CP ജോണിനും തൈക്കാട് ഹൗസ് ബിന്ദു കൃഷ്ണയ്ക്കും അജന്ത M ലിജുവിനും സാനഡു K മുരളീധരനുമാണ്. വെള്ളയമ്പലത്തുള്ള കവടിയാർ ഹൗസ് V അബ്ദുൽ ഗഫീറിനും മൻമോഹൻ ബംഗ്ലാവ് OJ ജനീഷിനുമാണ്. എന്നാൽ മന്ത്രിമന്ദിരങ്ങൾ വീതിച്ചു കഴിഞ്ഞപ്പോൾ അനൂപ് ജേക്കബിന് വീടില്ലാതായി. ഒരു മന്ത്രിമന്ദിരത്തിന്റെ കുറവ് നേരത്തെ തന്നെയുണ്ട്. കഴിഞ്ഞ തവണ വീണ ജോർജിനായിരുന്നു വീട് കിട്ടാതെ പോയത്. അങ്ങനെ വീട് കിട്ടാത്തവരാണ് ഭാഗ്യവാന്മാർ. അവർ ലക്ഷങ്ങൾ വാടക കൊടുത്ത് ആഡംബര വീടെടുത്ത് താമസിക്കും. മന്ത്രി വീണ ജോർജ് നന്തൻകോടിലെ കോർഡിയൽ ഭാരതിയിലെ ഏറ്റവും മുകളിലത്തെ നിലയിലെ പെന്റ് ഹൗസിലായിരുന്നു താമസിച്ചിരുന്നത്. അനൂപ് ജേക്കബിനും ഇനി അത്യാഡംബര വാടക വീട്ടിലേക്ക് മാറാം. മാറി മാറി വരുന്ന മന്ത്രിമാർക്കിടയിൽ അന്ധവിശ്വാസം വ്യാപകമാണ്. അതിലൊന്ന് 13-ാം നമ്പർ സ്റ്റേറ്റ് കാർ ആരും എടുക്കില്ല എന്നതാണ്. രണ്ടാമത്തത് മൻമോഹൻ ബംഗ്ലാവിൽ താമസിക്കാൻ മടിയാണ് എന്നതാണ്. മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചാൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്ന് പലരുടെയും അനുഭവത്തിലൂടെ ആളുകൾ പറയുന്നു. 13-ാം നമ്പർ സ്വീകരിക്കാൻ ഇവർക്ക് പേടിയാണ്. MA ബേബി മന്ത്രിയായിരുന്നപ്പോഴും തോമസ് ഐസക് മന്ത്രിയായിരുന്നപ്പോഴും 13-ാം നമ്പർ ചോദിച്ചു വാങ്ങി ഉപയോഗിച്ചെങ്കിലും അവർക്കൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇക്കുറി 13-ാം നമ്പറിന് ആരുമില്ല. ഇക്കുറി സ്റ്റേറ്റ് കാറിന്റെ നമ്പർ പോകുമ്പോൾ 13-ാം നമ്പർ ആർക്കും അനുവദിച്ചിട്ടില്ല. ലോക്ഭവന്റെ സമീപമുള്ള മൻമോഹൻ ബംഗ്ലാവ് എക്കാലത്തും അന്ധവിശ്വാസങ്ങളുടെ കേദാരമാണ്. അവിടെ താമസിക്കുന്ന മന്ത്രി വാഴില്ല എന്നാണ് വിശ്വാസം. VS അച്യുതാനന്ദന്റെ കാലത്തെ ആ മന്ദിരത്തിന് മറ്റൊരു വഴി കൂടി ഉണ്ടാക്കി ദോഷം മാറ്റി എന്നാണ് പത്രവാർത്തകൾ. കോടിയേരി ബാലകൃഷ്ണൻ, TU കുരുവിള, മോൻസ് ജോസഫ് എന്നിവർ ഇവിടെ താമസിച്ചിട്ടുണ്ട്. കോടിയേരിക്ക് പിന്നീട് അസുഖം വന്നതും മോൻസ് ജോസഫിനും TU കുരുവിളയ്ക്കും മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നതുമൊക്കെ അന്ധവിശ്വാസത്തിന്റെ ആക്കം കൂട്ടി. പിന്നീട് താമസിച്ച ഒരാൾ ആന്റണി രാജുവായിരുന്നു. ആന്റണി രാജുവിനും അവസാന നിമിഷം ജട്ടി മോഷണ കേസിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായി. എന്നാൽ ഇവരെല്ലാവരും പൂർണ്ണമായും നശിച്ചിട്ടില്ല. മോൻസ് ജോസഫ് വീണ്ടും മന്ത്രിയായി. MA ബേബി പാർട്ടി സെക്രട്ടറിയായി. ഇത്തരം കണക്കുകളൊക്കെ പലരും ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ഇക്കുറി അന്ധവിശ്വാസത്തെ നേരിട്ടുകൊണ്ട് മൻമോഹൻ ബംഗ്ലാവ് സ്വന്തമാക്കിയിരിക്കുന്നത് OG ജനീഷ് ആണ്. ഇനി നമുക്ക് ഒരു പത്രവാർത്തയിലേക്ക് പോവാം. എന്തുകൊണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് അന്തിച്ചർച്ച നടത്തുന്ന ചാനലുകൾ അത് ഗൗരവത്തോടെ എടുത്തിട്ടില്ല. ആ പത്രവാർത്ത ഇങ്ങനെയാണ്: മന്ത്രിമന്ദിരങ്ങൾ അറ്റകുറ്റപ്പണിക്ക് 3.95 കോടി. വളരെ വിചിത്രമായ ഒരു തലക്കെട്ടാണിത്. മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് എന്നാണ് 4 കോടി എന്ന്. എന്തുകൊണ്ടാണ് വാർത്ത കൊടുത്ത പത്രങ്ങൾ ഇതിന് മോടി പിടിപ്പിക്കൽ എന്ന് പറയുന്നില്ല? സഖാക്കൾ അതാണ് ചോദിക്കുന്നത്. വാർത്ത ഇങ്ങനെ പറയുന്നു: മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികളുടെ വാർഷിക അറ്റകുറ്റപ്പണിക്ക് 3.95 കോടിയുടെ ഭരണാനുമതി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന്റെ അറ്റകുറ്റപ്പണിക്ക് 1.35 കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും വൻതുക ചെലവഴിച്ചുള്ള നിർമ്മാണം വേണ്ടെന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തതോടെ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാണ്. ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച് മോടിയാക്കുന്നത് മൻമോഹൻ ബംഗ്ലാവാണ്. 81.06 ലക്ഷം. മറ്റു വസ്തുക്കളും ചെലവഴിക്കുന്ന തുകയും: നെസ്റ്റ് 40,67,000, ഉഷസ് 40,03,000, പെരിയാർ 31,26,000, പൗർണമി 40,81,000, പമ്പ 31,43,000, കവടിയാർ ഹൗസ് 40,06,000, ഗംഗ 31,53,000, അജന്ത 58,74,000. ഇത് ഗൗരവത്തോടു കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. പുതിയ മന്ത്രിമാർ ആഡംബരമില്ല, ലാളിത്യമാണ് എന്ന് പറഞ്ഞ് ചുമതലയേൽക്കുമ്പോൾ അവർ സത്യപ്രതിജ്ഞ ചെയ്ത് കയറാൻ പോകുന്ന വീട് അറ്റകുറ്റപ്പണി ചെയ്യാനുള്ള ചെലവാണിത്. 80 ലക്ഷം രൂപയാണ് ഒരു വീടിന്റെ അറ്റകുറ്റപ്പണിക്ക്. ക്ലിഫ് ഹൗസിന് 1,30,00,000 രൂപ. ഏറ്റവും കുറഞ്ഞത് 31 ലക്ഷം രൂപയാണ്. ഈ വാർത്ത കേട്ടാൽ നമ്മൾ ഓർക്കും ആൾതാമസമില്ലാതെ വർഷങ്ങളായി അടഞ്ഞു കിടന്ന വീടാണെന്ന്. അല്ല, ഈ വീടുകളിൽ തന്നെയായിരുന്നു നമ്മുടെ മന്ത്രിമാർ താമസിച്ചത്. എന്ന് വെച്ചാൽ നമ്മുടെ മന്ത്രിമാർ സുഖമായി താമസിച്ചിരുന്ന, അതിനുവേണ്ടി കോടികൾ മുടക്കി പലപ്പോഴും മെയിൻ്റനൻസ് ചെയ്തിരുന്ന, മോടി പിടിപ്പിച്ചിരുന്ന അതേ വീട്ടിൽ അവരതിൽ നിന്ന് ഒന്നും ഇളക്കിക്കൊണ്ട് പോയിട്ടില്ല. അതേ വീടുകളിൽ താമസിക്കാൻ കുറഞ്ഞത് 30 ലക്ഷം രൂപ വീതം മുടക്കുന്നത് ധൂർത്തല്ലേ? ഇത് ധൂർത്തല്ല എന്നെങ്ങനെ പറയാൻ കഴിയും? ഇത് ധൂർത്തല്ലെങ്കിൽ പിണറായി മന്ത്രിമാരും ധൂർത്ത് നടത്തി എന്ന് എങ്ങനെ ആരോപിക്കാൻ കഴിയും? ഗൗരവമേറിയൊരു വിഷയമായി തന്നെ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. വാസ്തവത്തിൽ VD സതീശനെ പോലെ വ്യത്യസ്തനായ മുഖ്യമന്ത്രി വരുമ്പോഴെങ്കിലും ഈ കീറാമുട്ടിക്ക് ഒരു പരിഹാരമുണ്ടാകും എന്ന് കരുതിയിരുന്നു. വാസ്തവത്തിൽ ഇത് മോടി പിടിപ്പിക്കലല്ല, അറ്റകുറ്റപ്പണി തന്നെയാണ്. ഈ മന്ത്രിമന്ദിരങ്ങളെല്ലാം പഴയ കെട്ടിടങ്ങളാണ്.
പൈതൃകമായി സൂക്ഷിക്കേണ്ട കെട്ടിടങ്ങൾ. ഈ കെട്ടിടങ്ങളോട് ചേർന്ന് ഇഷ്ടംപോലെ ഭൂമിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നനഞ്ഞൊലിയാതെ സംരക്ഷിക്കണമെങ്കിൽ കോടികൾ മുടക്കേണ്ടി വരും. എന്തിനാണ് ഈ മന്ദിരങ്ങളിൽ മന്ത്രിമാർ താമസിക്കുന്നത്? മന്ത്രിമാർ ഇത് ടൂറിസം വകുപ്പിന് വിട്ടുകൊടുത്താൽ അവരുടെ തലവേദന ഒഴിയും. ഇപ്പോൾ എന്താണ്? പേരുദോഷം ഒഴിവാക്കാൻ മിനിമം മെയിൻ്റനൻസ് മന്ത്രിമാർ ചെയ്യൂ. അതുകൊണ്ട് ഈ കെട്ടിടങ്ങൾ നശിക്കുകയാണ്. അടിയന്തരമായി സാമൂഹിക ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഉത്തരവിലൂടെ ഈ മന്ദിരങ്ങൾ മുഴുവൻ ടൂറിസം വകുപ്പിന് വിട്ടുകൊടുക്കണം. അവരത് ഹോട്ടലോ മറ്റെന്തെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ ലീസിന് കൊടുത്ത് 5 സ്റ്റാർ ഹോട്ടലുകൾ നടത്താൻ പ്രൈവറ്റ് പാർട്ടികൾ വരട്ടെ. ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ 80 ലക്ഷം രൂപ വേണമെങ്കിൽ അതിനേക്കാൾ ഭേദമല്ലേ ഒരു 5ഓ 6ഓ ബെഡ്റൂമുള്ള ഒരു വീട് വാങ്ങുന്നത്, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്നത്? ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണിത്. എന്തുകൊണ്ടാണ് മന്ത്രിമാർക്ക് താമസിക്കാൻ വേണ്ടി ഒരു വീടുകളുടെ സമുച്ചയം ഉണ്ടാക്കിക്കൂടാത്തത്? വാസ്തവത്തിൽ ഒരു സ്ഥലം ഏറ്റെടുത്ത് 20ഓ 25 വീടുകൾ ഒരുമിച്ച് പണിതാൽ ആ വീടുകളിൽ മന്ത്രിമാർക്ക് താമസിക്കാം. അവിടെ വരുന്ന സന്ദർശകർക്ക് സൗകര്യമൊരുക്കാം, പാർക്കിംഗ് സൗകര്യമൊരുക്കാം, സുരക്ഷ കൃത്യമായി ഒരുക്കാം. എത്രയോ ലാഭമുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം ആലോചനയൊന്നുമില്ലാതെ ഓരോ വർഷവും കോടികൾ മുടക്കുന്നത്? ഇപ്പോൾ 4 കോടി രൂപ 9 വീടുകൾ നന്നാക്കാനുള്ള ചെലവാണ്. ഇനിയും 10-11 വീടുകളുണ്ട്. ഈ നന്നാക്കൽ കഴിയുമ്പോൾ തന്നെ കുറഞ്ഞത് ഒരു 20-25 കോടിയാവും. മോടി പിടിപ്പിക്കലെന്ന് ശത്രുക്കളും അറ്റകുറ്റപ്പണി എന്ന് മിത്രങ്ങളും പറയുമെന്ന് മാത്രം. ഇങ്ങനെ ഓരോ വർഷവും കോടികൾ ഇതിന്റെ പേരിൽ മുടക്കിക്കൊണ്ടിരിക്കുന്നു. മിക്ക മന്ത്രിമാർക്കും തുറന്നു പറയാൻ പേടിയാണ്, അവരുടെ അക്കൗണ്ടിൽ ഇത് വരുമെന്നതുകൊണ്ട്. ഞാൻ മുൻ മന്ത്രി പി പ്രസാദിനെ വിളിച്ചു ചോദിച്ചു. അദ്ദേഹം താമസിച്ചിരുന്ന ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി താമസിക്കാൻ പോകുന്ന വീട്ടിലാണ്. അദ്ദേഹം മന്ത്രിയായി അവിടെ ചെല്ലുമ്പോൾ ആ വീട് നനഞ്ഞൊലിക്കുകയാണ്. ആ വീട്ടിൽ ആർക്കും താമസിക്കാൻ കഴിയില്ല. ആരും താമസിക്കാത്ത വിധത്തിൽ തകർന്നൊലിച്ചു കിടക്കുന്നു. അദ്ദേഹം വാടക വീട്ടിലാണ് താമസിച്ചത്. ഈ വാടക കച്ചവടത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് 2 ബെഡ്റൂമുള്ള ഒരു വാടക വീടെടുത്ത് താമസിച്ചു. 1 വർഷത്തോളം കഴിഞ്ഞു അറ്റകുറ്റപ്പണി കഴിഞ്ഞ് തിരിച്ചു വരാൻ. ഇനിയും അതിന് അറ്റകുറ്റപ്പണി വേണ്ടി വരും. അത്ര അവസ്ഥയിലാണ് ഈ വീട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അടിയന്തരമായി ഇനിയെങ്കിലും ആഡംബര വീടെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാതെ, മന്ത്രിമാരുടെ മോടി പിടിപ്പിക്കൽ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാതെ, ഈ വീടുകൾ പൊളിച്ചു കളഞ്ഞ് പുതിയ വീട് പണിയാനോ, അല്ലെങ്കിൽ ഇത് ടൂറിസം വകുപ്പിന് വിട്ടുകൊടുത്തിട്ട് മന്ത്രിമാർക്ക് വേണ്ടി വേറൊരു വീട് സമുച്ചയം ഉണ്ടാക്കാനോ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ക്ലിഫ് ഹൗസ് തന്നെ അതിന് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏതാണ്ട് 6 ഏക്കറിലധികം ഭൂമിയുണ്ട് ക്ലിഫ് ഹൗസിൽ. അവിടെ തന്നെ 20ഓ 25ഓ മന്ത്രിമന്ദിരങ്ങൾ കൂടി പണിതാൽ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒരിടത്ത് താമസിക്കാം. സുരക്ഷ ഒരുപോലെ ലഭിക്കുകയും ചെയ്യും. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പൊളിച്ചെഴുത്ത് നടത്തിയില്ലെങ്കിൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത് നമുക്ക് തന്നെയാവും.